ഡെയിലി അനോയിൻറ്റിങ് എന്ന ഈ ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ ദിവസത്തിൽ ദൈവം ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഓരോ ദിവസവും ദൈവത്തിൽ നിന്ന് വരുന്ന ശക്തി സ്വീകരിക്കുന്ന, ഓരോ ദിവസവും പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുന്ന, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുന്ന ഒരു പുതിയ ശുശ്രൂഷയാണ് ഡെയിലി അനോയിൻറ്റിങ്. നമ്മുടെ ജീവിതങ്ങൾ പരിശുദ്ധാത്മാവിനെ നിറയപ്പെടാൻ, നല്ലൊരാത്മീയ ജീവിതം ഈ കാലഘട്ടത്തിൽ നമുക്ക് പടുത്തുയർത്താൻ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മൾ പഠിക്കുന്ന ഇടങ്ങളിൽ, നമ്മൾ എവിടെയാണെങ്കിലും അവിടെയെല്ലാം കർത്താവായ യേശുവിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ ഈ ശുശ്രൂഷ നമുക്കൊരു അനുഗ്രഹമായി മാറും. പ്രത്യേകമായി ഇന്നേ ദിവസം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും പ്രത്യേകം ഓർക്കുകയാണ്. വളരെ സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമേ തന്നെ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ജൂൺ 26 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിൽ കോട്ടയം ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് ശക്തീകരണ ധ്യാനം നടക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ആ ശുശ്രൂഷയിലേക്ക് പ്രത്യേക സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, നേരിട്ട് കാണാം. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ ഈ ശുശ്രൂഷയിലൂടെ, ഈ ധ്യാനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചൊരിയും. ആഗ്രഹിക്കുന്ന മക്കൾ ഉടനെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അധികം ആളുകളില്ല, വളരെ കുറഞ്ഞ ആളുകളെ മാത്രമേ ഈ ധ്യാനത്തിൽ നമ്മൾ പ്രവേശിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് വേഗത്തിൽ തന്നെ നിങ്ങളിത് കാണുന്ന സമയം തന്നെ നിങ്ങളുടെ സീറ്റ് വിളിച്ച് ബുക്ക് ചെയ്യാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഡെയിലി അനോയിൻറ്റിങ് നമുക്കറിയാം അല്ലേ? ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന പ്രയാസങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, ഒരു വേദന തീരും മുമ്പേ മറ്റൊരു വേദന വന്നു കഴിഞ്ഞു, ഒരു കുരിശിന് പിറകെ മറ്റൊരു കുരിശ്, ഇങ്ങനെ പല വിധങ്ങളിലുള്ള പ്രശ്നങ്ങളിലൂടെ നമ്മൾ പോവുകയാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ മനുഷ്യരും ഈ വിധത്തിൽ തന്നെയാണ്. സമാധാനമില്ല, സന്തോഷമില്ല. എത്രയോ നാളുകളായി ഒന്ന് മനസ്സ് തുറന്ന് ചിരിച്ചിട്ട് കണ്ണുനീരും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും കടബാധ്യതകളും പേറി ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങളും കൈപ്പേറിയ വിഷമങ്ങളും ഓർമ്മകളും പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള അവഗണനകളും മറ്റുള്ളവരിൽ നിന്നുണ്ടാവുന്ന കുറ്റപ്പെടുത്തലുകളും മുറിപ്പെടുത്തലുകളും എല്ലാവരും മാറ്റി നിർത്തലും ഒക്കെ ആകുമ്പോൾ ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ നമ്മളെല്ലാവരും തളർന്നു പോകും. പ്രത്യേകിച്ച് ഒരുപാട് സ്നേഹിച്ചവർ അല്ലെ, നമ്മുടെ കുടുംബത്തിലുള്ളവരെ ഒക്കെ നമ്മൾ ഒത്തിരി സ്നേഹിച്ചിട്ടുണ്ടാവും. അവർക്ക് വേണ്ടി ആയിരിക്കാം നമ്മുടെ ആയുസ്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ജീവിതം, നമ്മുടെ കഴിവ്, സമ്പത്ത് എല്ലാം കൊടുത്തിട്ട് അവസാനം ഒരു വിലയില്ലാത്ത അവസ്ഥ. ഇങ്ങനെ പല വിധങ്ങളിലുള്ള പ്രശ്നങ്ങൾ, പരാജയങ്ങൾ, തകർച്ചകൾ, ഞെരുക്കങ്ങൾ, ഒറ്റപ്പെടലുകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയാണ് ഈ ഡെയിലി അനോയിൻറ്റിങ്. ഇത് ഈ കാലഘട്ടത്തിൽ സ്വർഗം ആരംഭിച്ചിരിക്കുന്ന ശുശ്രൂഷയാണ്. വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഡെയിലി അനോയിൻറ്റിങ്ങിൻ്റെ ഈ തുടക്ക ദിവസമായി ഇന്ന് എനിക്ക് നിങ്ങളോട് ആത്മാർത്ഥമായി പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. ഈ ശുശ്രൂഷ നിങ്ങളെല്ലാ ദിവസവും ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ സമയം രാവിലെ 5:30 എൽഷദായ് TV എന്ന യൂട്യൂബ് ചാനലിലാണ് ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ജെഫിൻ മൂലംകുഴി എന്ന പേരിലുള്ള ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾക്ക് ഈ ശുശ്രൂഷ ലഭ്യമാണ്. അപ്പോൾ വളരെ പ്രത്യേകമായിട്ട് ബ്രദർ പറയുകയാണ്, എല്ലാ ദിവസവും നിങ്ങൾ ഈ ശുശ്രൂഷ ഫോളോ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ തളർന്നു പോകാതെ, കൈപ്പേറിയ അനുഭവങ്ങളിൽ കുടുങ്ങിപ്പോവാതെ, തകർച്ചകളിൽ തകർക്കപ്പെടാതെ, പാപങ്ങളിലും തെറ്റായ ബന്ധങ്ങളിലും ഒക്കെ വീണു പോകാതെ
കർത്താവ് ഉള്ളം കരത്തിൽ നമ്മളെ പൊതിഞ്ഞു പിടിക്കും. അങ്ങനെയുള്ള ഒരു അത്ഭുത ശുശ്രൂഷയാണ് ഈ ഡെയിലി അനോയിൻറ്റിങ്. അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദിവസേനയുള്ള അഭിഷേകം, എല്ലാ ദിവസവും അഭിഷേകം അല്ലേ? കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ബൈബിളിൽ പറയുന്നുണ്ട് അല്ലേ, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ അവൾ തൊട്ടു. അപ്പോൾ എന്തു പറ്റി? ആരാണ് എന്നെ തൊട്ടത്? ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, വലിയൊരു ജനക്കൂട്ടം നിനക്ക് ചുറ്റുമുള്ളപ്പോൾ തിക്കി ഞെരുങ്ങി നമ്മൾ പോകുമ്പോൾ എല്ലാവരും പരസ്പരം മുട്ടി ഒരുമിയാണ് പോകുന്നത്. ഇവിടെ ആരാ എന്നെ തൊട്ടത്, ആരാ എന്നെ സ്പർശിച്ചതെന്ന് നീ ചോദിക്കാൻ കാരണം എന്താ? അപ്പോഴാണ് കർത്താവ് പറഞ്ഞു, എൻ്റെ ഉള്ളിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. കണ്ടോ, ശക്തി പുറപ്പെട്ടു. ദൈവത്തിൽ നിന്നുള്ള ശക്തി എല്ലാ ദിവസവും ഈ ഡെയിലി അനോയിൻറ്റിങ്ങിലൂടെ പുറപ്പെടും. എല്ലാ ദിവസവും ഈ ശക്തി പുറപ്പെടും. ഇത് സ്വീകരിക്കാൻ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. ഓരോ ദിവസവും കർത്താവിൻ്റെ ശക്തി സ്വീകരിച്ചിട്ട് വേണം. ഇപ്പോൾ നമ്മൾ ചോദിക്കാം, ഈ ഒരു ശുശ്രൂഷയുടെ ആവശ്യമുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. എല്ലാ ദിവസവും നമ്മുടെ ശരീരത്തിന് എന്ത് കൊടുക്കുന്നുണ്ട്? ഭക്ഷണം കൊടുക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ ശരീരത്തിന് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും അല്ല, എല്ലാ നേരവും അല്ലേ? 3 നേരമാണ് നമ്മൾ കൊടുക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. 3 നേരമാണ് ഒരു മനുഷ്യൻ്റെ ഭക്ഷണക്രമം. പക്ഷേ ഇന്ന് അത് 3 എന്നുള്ളത് പല സമയങ്ങളിലും കഴിക്കുന്നുണ്ട് മനുഷ്യർ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇതെല്ലാം ശരീരത്തിന് നിലനിർത്താൻ, ശരീരം തളർന്നു പോവാതെ, ശരീരത്തിന് വേണ്ടുന്ന പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, മിനറൽസ് ഇതെല്ലാം ഫുഡിലൂടെ നമ്മൾ കൊടുക്കുകയാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കാൻ കഴിയൂ, എനർജറ്റിക്കായിട്ട് ഇരിക്കാൻ കഴിയൂ, ജോലി ചെയ്യാൻ കഴിയൂ. അപ്പോൾ നമ്മൾ ശരീരത്തിന് എല്ലാ ദിവസവും എല്ലാ നേരവും ഭക്ഷണം കൊടുക്കുകയാണ്. എന്നാൽ നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണ്? ഈ ആത്മാവിനുള്ള പോഷണമാണ് ഡെയിലി അനോയിൻറ്റിങ്. എല്ലാ ദിവസവും ഒരു പുതിയ അഭിഷേകം, അതെവിടെ നിന്ന്? ക്രിസ്തുവിൽ നിന്ന്, യേശു ക്രിസ്തുവിൽ നിന്ന് ആ ഒരു പുതിയ അഭിഷേകം ഈ ശുശ്രൂഷയിലൂടെ നമ്മൾ സ്വീകരിച്ചതിന് ശേഷം, റിസീവ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഓരോ ദിവസവും നമ്മൾ ആരംഭിക്കുന്നത്. അങ്ങനെ വരുമ്പോഴുള്ള ഗുണമെന്താ? ഈ ശുശ്രൂഷ കണ്ടിട്ട് ഒരു ദിവസം നിങ്ങൾ ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ പോകുന്ന ഇടങ്ങൾ, നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ കണ്ടുമുട്ടുന്ന ആളുകൾ, നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തികൾ, ഇവിടെ എല്ലാം ദൈവത്തിൻ്റെ കരമുണ്ടാകും. കർത്താവ് വളരെ പ്രത്യേകമായിട്ട് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. കാരണം രാവിലെ നമ്മൾ എന്ത് സ്വീകരിച്ചു? ഡെയിലി അനോയിൻറ്റിങ് എന്ന ഈ ശുശ്രൂഷയിലൂടെ കർത്താവിൽ നിന്നുള്ള ശക്തി നമ്മൾ സ്വീകരിച്ചു. നമ്മുടെ ആത്മാവിൽ നമ്മൾ ബലപ്പെട്ടു. ആത്മാവിൽ ബലപ്പെട്ടാൽ പിന്നെ നമ്മൾ ആർക്കും തകർക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഉപവാസവും പ്രാർത്ഥനയും കൂടാതെ ഈ വർഗം പുറത്തു പോവില്ല. അപ്പോൾ ഈ ഒരു ശക്തി നമുക്കുണ്ടെങ്കിൽ പൈശാചിക ശക്തികളെ തകർക്കാൻ, പൈശാചിക ശക്തികളുടെ മേൽ വിജയം വരിക്കാൻ, പാപത്തിൻ്റെ മേൽ, തലമുറകളായിട്ടുള്ള ശാപത്തിൻ്റെ മേൽ ചില കുടുംബങ്ങളെയൊക്കെ കാണുമ്പോൾ അവർ പറയാറുള്ളൊരു കാര്യമുണ്ട്, ബ്രദർ, ഒത്തിരി നാളുകളായി ഞങ്ങളുടെ കുടുംബം തകർന്ന അവസ്ഥയിലാണ്. ഒത്തിരി നാളുകളായി. അത് ഈ ശാപത്തിൻ്റെ മേഖലകളാണ്, ഈ ശാപത്തിൻ്റെ കെട്ടുകളാണ്, ബന്ധനങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഈ ശക്തി വരുമ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്ത് സംഭവിക്കും? നമ്മൾ ഫ്രീ ആകും. ഇവിടെയൊക്കെ ഈ ഒരു അടിമത്തത്തിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാക്കപ്പെടും കർത്താവിൻ്റെ ശക്തി വരുമ്പോൾ. അതുകൊണ്ട് ഈ ശുശ്രൂഷ എല്ലാ ദിവസവും മുടങ്ങാതെ പങ്കെടുക്കുന്ന വ്യക്തികൾ മാത്രമല്ല, അവരുടെ കുടുംബങ്ങളും അവരുടെ മക്കളും ജീവിത പങ്കാളിയും അവരുടെ ജോലിയും സമ്പത്തും വസ്തുക്കളും അവർക്കുള്ള സകലതും
കർത്താവായ യേശു അനുഗ്രഹിക്കും. ബ്ലസ് ചെയ്യുമെന്നാണ് ഈ ശുശ്രൂഷയെക്കുറിച്ച് സ്വർഗം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം പോലും നിങ്ങൾ ഈ ശുശ്രൂഷ മുടക്കരുതെന്ന് ആദ്യമേ തന്നെ ഞാൻ പറയുക. ഒരുപക്ഷെ നിങ്ങൾ കേരളത്തിലായിരിക്കാം, അല്ലായിരിക്കാം, ഈ ലോകത്തിൽ എവിടെയാണെങ്കിലും എവിടെ ഇരുന്ന് നിങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പറ്റും. ഓഫീസിലിരുന്ന് പങ്കെടുക്കാൻ പറ്റും, വീട്ടിലിരുന്ന് പങ്കെടുക്കാൻ പറ്റും, യാത്ര ചെയ്യുമ്പോൾ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് പങ്കെടുത്തുകൊണ്ട് പോകാൻ പറ്റും. എവിടെയാണെങ്കിലും നിങ്ങൾ ഈ ശുശ്രൂഷയിലൂടെ ശക്തി സ്വീകരിക്കണം, ആ ഒരു പവർ സ്വീകരിക്കണം. എനിക്ക് മനസ്സിലാകുന്നത് അല്ലേ, ഞാൻ ഒരു ഉദാഹരണം നിങ്ങളോട് പറയാം. ഈ ശക്തി സ്വീകരിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒരു ഉദാഹരണം ഞാൻ ബ്രദർ പറയാൻ ആഗ്രഹിക്കുക. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം കൊടുത്തില്ല എന്ന് കരുതുക. ഒരു നേരം നമ്മൾ ഭക്ഷണം കഴിച്ചില്ല, നമ്മൾ പലരും ഫാസ്റ്റിംഗ് എടുക്കാറുള്ളവരാണ് അല്ലേ. ഇപ്പോൾ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? ശരീരം തളരും. 2 നേരമാണെങ്കിലോ പിന്നെയും തളരും. ഒരു ദിവസം കഴിച്ചില്ലെങ്കിലോ എഴുന്നേക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. 2 ദിവസമാണെങ്കിലോ നമ്മൾ കിടന്നു പോകും. 3 ദിവസമാണെങ്കിലോ ആകെ പ്രശ്നമാകും അല്ലേ. അപ്പോൾ അതായത് നമ്മുടെ ശരീരം ഭക്ഷണം ചെന്നില്ലെങ്കിൽ, ഫുഡ് ചെന്നില്ലെങ്കിൽ തളർന്നു പോകും. ഇതുപോലെ തന്നെ ആത്മാവിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ ശുശ്രൂഷ നമ്മുടെ ആത്മാവ് ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അതിനുവേണ്ടിയുള്ള ശക്തി സ്വർഗത്തിൽ നിന്ന്, സ്വർഗത്തിലെ അപ്പൻ, അവിടുത്തെ പ്രിയപുത്രനായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വർഷിക്കുമ്പോൾ നമ്മൾ ആത്മാവിൽ നിറയപ്പെടും. പരിശുദ്ധാത്മാവിൻ്റെ പുതിയ ശക്തി ഓരോ ദിവസവും നമ്മൾ സ്വീകരിക്കും. അങ്ങനെ സ്വീകരിച്ച് തുടങ്ങുന്ന ദിവസങ്ങൾ, അങ്ങനെ സ്വീകരിച്ച് ആരംഭിക്കുന്ന ദിവസങ്ങൾ, ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ എല്ലാം കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ വലിയൊരു അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിൽ മാറും. ജോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം 28-ാം തിരുവചനം: നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും, നിന്റെ പാതകൾ പ്രകാശിതമാകും. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും, നിന്റെ പാതകൾ പ്രകാശിതമാകും. പ്രിയപ്പെട്ട സഹോദര സഹോദരി, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പച്ച, അമ്മച്ചി, പ്രിയപ്പെട്ട യുവാവേ, കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട വൈദികരെ, സന്യസ്തരെ, നിങ്ങളെല്ലാവരെയും കർത്താവ് നോക്കിക്കാണുകയാണ്. ഈ ശുശ്രൂഷയിലൂടെ വലിയൊരു ശക്തി നമ്മളിലേക്ക് വരും. ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. അതാണ് ഈ ശുശ്രൂഷയിലൂടെ ദൈവം തരുന്നത്. ശക്തി മാത്രമല്ല, നമ്മൾ തീരുമാനിക്കുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന, നമ്മൾ സമർപ്പിക്കുന്ന, നമ്മൾ ആവശ്യപ്പെടുന്ന നമ്മുടെ കാര്യങ്ങൾ കർത്താവ് നടത്തിത്തരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഈ വചനത്തിൻ്റെ അഭിഷേകത്തിൽ നിറയപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതത്തിൽ, ഈ ദിവസത്തിൽ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പൊന്നു കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഡെയിലി അനോയിൻറ്റിങ് എന്ന ശുശ്രൂഷയിലൂടെ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈ സമയം തന്നെ അനുഗ്രഹിക്കണമേ. പ്രത്യേകമായി രോഗികൾ ഇവിടെയുണ്ട്, നാളുകളായി വിവാഹം കഴിച്ചിട്ട് മക്കളില്ലാത്തവരുണ്ട്, വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം നടക്കാതെ വിഷമിക്കുന്നവരുണ്ട്, ജോലിയില്ലാതെ വിഷമിക്കുന്ന യുവജനങ്ങളുണ്ട്, കടബാധ്യത മൂലം ജപ്തി വന്ന് കടക്കാർ വന്ന് തെറി പറയുന്ന അവസ്ഥ, അപമാനം, അങ്ങനെയുള്ള മക്കൾ ഈ ശുശ്രൂഷയിലുണ്ട്. പ്രായാധിക്യം മൂലം വിഷമിക്കുന്നവരുണ്ട്, പലവിധത്തിലുള്ള രോഗങ്ങൾ, മാരകമായ രോഗങ്ങൾ, അതുമൂലം വിഷമിക്കുന്നവർ ഈ ശുശ്രൂഷയിലുണ്ട്. സ്വന്തമായി വീടില്ലാത്തവർ ഈ ശുശ്രൂഷയിലുണ്ട്. അനേകം നാളുകളായി വാടക വീട്ടിൽ കഴിയുന്നവർ ഈ ശുശ്രൂഷയിലുണ്ട്. അങ്ങനെ പല വിധങ്ങളിൽ ജോലിയില്ലാതെ വിഷമിക്കുന്ന, വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന, അതുപോലെ പല എക്സാമുകൾ എഴുതിയിട്ടും ജയിക്കാൻ പറ്റാത്ത IELTS, OET അതുപോലുള്ള എക്സാം ഇനി എഴുതി കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. വിവിധങ്ങളായ ആവശ്യങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് നിയോഗമായി സമർപ്പിക്കുന്നവരുണ്ട്. കർത്താവെ, ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങേക്കറിയാമല്ലോ ഞങ്ങളുടെ ജീവിതം
എന്താണെന്നും എന്തായി തീരണമെന്നും എങ്ങനെയാണ് ഞങ്ങൾ പോകേണ്ടെന്നും ഞങ്ങൾ എവിടെ എത്തിച്ചേരണമെന്ന് കർത്താവ് നീ അറിയുന്നുവല്ലോ. ഞങ്ങൾക്ക് ആവശ്യമായ സകല കാര്യങ്ങളും പൊന്നു കർത്താവെ അങ്ങ് ചെയ്തു കൊടുക്കണമേ. ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, ഡെയിലി അനോയിൻറ്റിങ് എന്ന ഈ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും, ഞങ്ങൾ ഓരോരുത്തരുടെ മേലും കർത്താവെ അങ്ങയുടെ ശക്തി അയക്കണമേ. ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും കർത്താവിൻ്റെ ശക്തി പവർ നിറയപ്പെടട്ടെ. ഗ്ലോറി. സ്വർഗത്തിൻ്റെ സാന്നിധ്യം, പരിശുദ്ധ അമ്മയുടെ, വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ, സകല വിശുദ്ധരുടെ മാലാഖമാരുടെ, സ്വർഗത്തിലെ അപ്പൻ്റെ, യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഈ ദിവസം ഞങ്ങളുടെ മേൽ ചൊരിയണമേ, വർഷിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ശരീരം മുഴുവനിലേക്ക് ആ ശക്തി ഞങ്ങൾ സ്വീകരിക്കട്ടെ. ഇന്നേ ദിവസം ഉണ്ടാകുന്ന എല്ലാ പൈശാചിക ശക്തികളുടെ മേലും, തിന്മകളുടെ സ്വാധീനങ്ങളുടെ മേലും ചവിട്ടി നടക്കുവാനുള്ള ശക്തമായൊരു അഭിഷേകം പൊന്നു കർത്താവേ എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയൊരു ശക്തി ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് ചൊരിഞ്ഞതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഗ്ലോറി. ഹല്ലേലൂയ. ഈ ഡെയിലി അനോയിൻറ്റിങ്ങിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ ഇത്രമാത്രം അഭിഷേകം കർത്താവ് ചൊരിഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ദൈവം ചൊരിയാൻ പോകുന്ന അഭിഷേകം എത്രമാത്രം വലുതായിരിക്കും. അതുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നമ്മൾക്കറിയാം അല്ലേ, യുദ്ധമാണ്. ഇസ്രായേൽ, അമേരിക്ക, ഇറാൻ. നമുക്ക് ലോക സമാധാനത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ തീവ്രവാദം പരിപൂർണമായി തുടച്ചു നീക്കപ്പെടണം അല്ലേ. തീവ്രവാദ പ്രവർത്തനം തുടച്ചു നീക്കപ്പെടണം നമ്മുടെ ഭൂമിയിൽ നിന്ന്. പ്രത്യേകം ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനമാണ്. അതുപോലെ ഇസ്രായേൽ, അമേരിക്ക ഒക്കെ കർത്താവിൻ്റെ വലിയൊരു സാന്നിധ്യത്തെ നിറയപ്പെടാൻ, അതുപോലെയുള്ള തിന്മയുടെ ശക്തികൾ ലോക സമാധാനത്തിലേക്ക് കടന്നു വരുവാനുള്ള പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപ നമ്മുടെ എല്ലാവരുടെ മേലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും നിങ്ങൾക്ക് നേരുകയാണ്. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.